വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ സെർച്ച് ആൻഡ് ഫൈൻഡ് ഇൻ എബ്രോഡ്. ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് എഡിൻബറയിലേക്കാണ്. നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്ലാസ്ഗോയിൽ നിന്നാണ്. സോ ഞാൻ ഓപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സ്കോട്ട്രെയിലാണ്. മിക്കവാറും എൻ്റെ ജേർണികളെല്ലാം സ്കോട്ട്രെയിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ്. കാരണം ഞങ്ങൾക്ക് അറ്റ് പ്രസൻറ്റ് കാറില്ല. സോ അല്ലാതെ നമുക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്കോട്ട്രെയിൽ യൂസ് ചെയ്യുക എന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നു. സെൻട്രൽ സ്റ്റേഷനിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. അവിടെ നിന്നാണ് നമുക്ക് സ്കോട്ട്രെയിൽ എഡിൻബറയ്ക്കുള്ളത്. സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്താനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് സബ്വേ ആണ്. സബ്വേ ഏകദേശം നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ കൊച്ചി മെട്രോ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സബ്വേ എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ടിൽ കൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയാണ്. അങ്ങനെ നമ്മൾ സെൻട്രൽ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനുള്ള സമയമുണ്ട്. കാരണം ട്രെയിൻ ഏകദേശം ഒരു 11 മണി കഴിയുമ്പോഴാണ്. നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടുന്നത് ആ കാണുന്ന ബോർഡിൽ നിന്നാണ് കേട്ടോ. അതിൽ നമുക്ക് ഏത് ഭാഗത്തേക്ക് പോകേണ്ട ട്രെയിനിൻ്റെ നമ്പറും ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നതെന്നുള്ളതും ഏതാണ് സമയം എന്നുള്ളത് കറക്റ്റായിട്ട് അവിടെ കാണിക്കും. അതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടും. വെറും 45 മിനിറ്റ് മാത്രം മതി നമുക്ക് ഗ്ലാസ്ഗോ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് എഡിൻബറ വേവർലി സ്റ്റേഷനിലേക്ക് എത്തുന്നതിനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കോട്ട്രെയിൽ എത്തിയിരിക്കുകയാണ്. നമുക്കതിലേക്ക് കയറാം. നിങ്ങൾക്കറിയാമോ, ഏറ്റവും മോസ്റ്റ് അൺപ്രഡിക്റ്റബിൾ വെതറുള്ളൊരു ഏരിയ ആണ് കേട്ടോ സ്കോട്ട്ലൻഡ് എന്ന് പറയുന്നത്. ഒരേ ദിവസം തന്നെ സ്കോട്ട്ലൻഡിൽ നിങ്ങൾക്ക് വെയിലും മഴയും മഞ്ഞും ഒരുമിച്ച് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. ഞങ്ങളാണെങ്കിൽ എല്ലാം വെൽ റാപ്ഡപ്പ് ആയിട്ട് തന്നെയാണ് പോയത്. കാരണം നമുക്കറിയാലോ ഏകദേശം എങ്ങനെയായിരിക്കും എന്നുള്ളത്. നിങ്ങൾ ഈ കാണുന്ന വിഷ്വൽസ് എടുത്തിരിക്കുന്നത് നമ്മൾ സ്കോട്ട്രെയിലിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴത്തേനും ആയിരുന്നു കേട്ടോ. മോസ്റ്റ് കംഫർട്ടബിളായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ എഡിൻബറ വേവർലിയിൽ 45 മിനിറ്റ് കൊണ്ട് എത്തിയിരിക്കുകയാണ്. 1750 ജെയിംസ് ക്രെയ്ഗ് എന്ന സ്കോട്ടിഷ് ആർക്കിടെക്റ്റ് ആണ് ഈ കാണുന്ന പോലെ നമ്മുടെ എഡിൻബറ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ 3 സ്ട്രീറ്റുകൾ അടങ്ങിയ ജോർജ് സ്ട്രീറ്റ്, പ്രിൻസസ് സ്ട്രീറ്റ്, ക്വീൻ സ്ട്രീറ്റ് എന്നിങ്ങനെയുള്ള പാരലൽ സ്ട്രീറ്റുകൾ നിർമ്മിച്ചുകൊണ്ട് ഒരു മോഡേൺ അർബൻ എൻവയോൺമെൻ്റ് ആണ് അദ്ദേഹം ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അതും യൂറോപ്പിലും തന്നെ ഫസ്റ്റ് ടൈം ആണെന്ന് വിചാരിക്കണം. അങ്ങനെ നമ്മളിപ്പോൾ അവിടെ നിന്ന് നടന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈ കാണുന്ന ബോബിയെ കാണാനാണ്. നിങ്ങൾക്കറിയാമോ ആരാണ് ബോബി എന്ന്? ബോബി എന്നത് ഒരു നായയാണേ. റിപ്പോർട്ടുകൾ അനുസരിച്ച് അവൻ്റെ യജമാനൻ്റെ മരണശേഷം 14 വർഷം അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ കാവലായിട്ട് ജീവിച്ചു എന്നാണ് പറയുന്നത്. അതായത് അവൻ്റെ മരണം വരെ. അങ്ങനെ അവൻ്റെ ഓർമ്മയ്ക്കായിട്ട് പണിതുയർത്തിയ ഒരു സ്റ്റാച്ചു ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നായകൾ ലോയൽ ആണെന്നുള്ളതിൻ്റെ തെളിവുകൾ പിന്നെയും പിന്നെയും നമ്മുടെ മുന്നിൽ നിരന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് എലിഫന്റ് ഹൗസിലേക്കാണ്. നിങ്ങൾക്ക് മിക്കവാറും അറിയാൻ പറ്റുമായിരിക്കും. നിങ്ങൾ മിക്കവാറും വ്ളോഗുകളും കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് നമ്മുടെ ഹാരി പോട്ടറിൻ്റെ ജന്മസ്ഥലം. അതായത് ഹാരി പോട്ടർ എഴുതാനായിട്ട് JK റൗളിങ് ഈ ഒരു സ്ഥലമാണ് തിരഞ്ഞെടുത്തിരുന്നതെന്നാണ് പറയുന്നത്. അവർക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി വളർന്നു വന്നത് ചിലപ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. എന്താണെങ്കിലും ഇവിടെ നമ്മൾ വന്നത് മറ്റൊരു കാര്യത്തിന് കൂടി വേണ്ടിയിട്ടാണ്. അതായത് ഇവിടുത്തെ ബട്ടർ സ്കോച്ച് ബിയർ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട്. വയ്യ, വളരെ നല്ല ഒരു മൈൽഡ് ടേസ്റ്റുള്ള ഒരു ഓറഞ്ചി ടേസ്റ്റുള്ള ഒരു ബിയർ. അങ്ങനെ അതും ട്രൈ ചെയ്ത് വളരെ സമാധാനത്തോടു കൂടി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന റൂട്ടിൽ കൂടി പോകുന്ന ട്രെയിൻ കണ്ടോ? ഇതിന് പറയുന്ന പേരാണ് ട്രാം, എഡിൻബറ ട്രാം. ഇതൊരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് നമ്മുടെ എഡിൻബറയിലുള്ളത് കേട്ടോ. നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നാഷണൽ മ്യൂസിയം ഓഫ് സ്കോട്ട്ലൻഡ് ആണ്. അവിടെ നമുക്ക് എൻട്രി ഫ്രീ ആണ്. അതേസമയം നമുക്ക് ഇഷ്ടമുള്ള ഡൊണേഷൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതാണ് അവരുടെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ അതിനകത്തേക്ക് പോകാം. അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. ബയോളജി, ടെക്നോളജി, സയൻറ്റിഫിക് ഇന്നോവേഷൻസ്, കൾച്ചർ, സിവിലൈസേഷൻ തുടങ്ങി വൈവിധ്യമാർന്ന ഒരുപാട് എക്സിബിറ്റ്സ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നിന്നെല്ലാം മാറി എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരെണ്ണമുണ്ട്. അതെന്താണെന്നറിയാമോ നിങ്ങൾക്ക്? അതാണ് ഈ കാണുന്ന ആട്. ഇവളുടെ പേരാണ് ഡോളി. 9ാം ക്ലാസ്സിലാണോ 10ാം ക്ലാസ്സിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ബയോളജി പഠിപ്പിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞത് ഇങ്ങനെ ഒരു ഡോളി എന്ന ചെമ്മരിയാടിൻ്റെ കാര്യം. അതെനിക്ക് തോന്നുന്നു ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനോ ഉണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന ആകാംക്ഷ, അതേ ആകാംക്ഷയോടുകൂടിയാണ് ഞാൻ ഇന്ന് ഈ ചെമ്മരിയാടിനെ എൻ്റെ കൺമുമ്പിൽ കാണുമ്പോഴുള്ളത്. ഡോളി എന്ന ഈ ചെമ്മരിയാടിനെ ക്ലോൺ ചെയ്തെടുത്തത് സ്കോട്ട്ലൻഡിലെ റോസ്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അസോസിയേറ്റ്സ് ആയിരുന്നു. അവളുടെ ജനനം 5 ജൂലൈ 1996 പിന്നെ മരണം 14 തീയതി ഫെബ്രുവരി 2003. കോയിൻസിഡൻസ് ആണോ എന്നെനിക്കറിയില്ല. എന്താണെങ്കിലും അത് സംഭവിച്ചത് ഇങ്ങനെ ഒരു 14 തീയതി ആയിരുന്നു.
മറ്റൊരു പെയിൻഫുള്ളായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോളിയെ ഇഥനേഷ്യ ചെയ്ത് കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ്. എന്താണ് ഇഥനേഷ്യ എന്ന് ചോദിച്ചാൽ മേഴ്സി കില്ലിംഗ് എന്ന് നമ്മൾ നോർമലി പറയും. എന്തെങ്കിലും ക്രോണിക് ആയിട്ടുള്ള ഡിസീസ് ഉള്ള അനിമൽസിനെ നമ്മൾ പോയിസൺ ചെയ്ത് നമ്മുടെ കൺട്രോളിൽ പോയിസൺ ചെയ്ത് കൊല്ലുന്ന ഒരവസ്ഥയാണ് ഇഥനേഷ്യ എന്ന്, അനിമൽ ഇഥനേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന എക്സിബിറ്റ്സ് എവിടെ നിന്നുള്ളതാണെന്ന് പറഞ്ഞ് തരേണ്ട കാര്യമുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. എങ്കിലും നിങ്ങളൊന്ന് ഊഹിച്ച് ഇതെവിടെ നിന്നായിരിക്കും എന്നുള്ളത്. വളരെയധികം ക്യൂരിയോസിറ്റി ഉണർത്തിയ മറ്റൊരു എക്സിബിറ്റായിരുന്നു ഈ ഹോട്ട് എയർ ബലൂൺ എന്ന് പറയുന്നത്. ഈ ഹോട്ട് എയർ ബലൂണിൻ്റെ ഫങ്ഷൻസ് നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കാണാൻ പറ്റും. അപ്പോൾ അവിടെ 2 നോബുണ്ട്. ആ നോബിൽ നമ്മൾ പ്രഷറും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഹോട്ട് എയർ ബലൂൺ വീർത്ത് മുകളിലേക്ക് പൊങ്ങും. അതിനുശേഷം ആ ഒരു പ്രഷറിൻ്റെ വേരിയേഷൻ കഴിയുമ്പോൾ അത് താഴേക്ക് വന്ന് കറക്റ്റ് ആ ഒരു പോയിന്റിൽ തന്നെ വന്ന് നിൽക്കും. ഇത് നമ്മുടെ ഹോട്ട് എയർ ബലൂൺസിൻ്റെ ഒരു ഫങ്ഷൻസ് റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. ഒന്ന് കണ്ടു നോക്കിയേ. കാഴ്ചകളും വ്ളോഗുകളും അവസാനിക്കുന്നില്ല. ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്നുള്ള കാഴ്ചകളും വീഡിയോകളും വ്ളോഗുകളുമായിട്ട് ഉടനെ മടങ്ങി. അതുവരെ കാത്തിരുന്നോളൂ. ശരിയോ.